ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. മാജിക് അവനിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ നോൺ വെജ് വിഭവങ്ങൾ കുറച്ച് കൂടുതൽ കാണിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ട്. എന്തായാലും വെജിറ്റേറിയൻസിനെ ഞാൻ അങ്ങോട്ട് അവഗണിക്കുകയാണ് എന്ന് തോന്നരുത്. ഇന്ന് നമ്മളൊരു മെയിൻ ഡിഷായിട്ട് വെജിറ്റേറിയൻ വിഭവം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വെജിറ്റേറിയൻ വിഭവം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും എന്താ പറയുക, ഇപ്പോൾ മലയാളി ആണെങ്കിലും നമ്മൾ ഏതാൾക്കാരാണ്, ഇപ്പോൾ ഒരുപാട് പുറത്തൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണെങ്കിൽ വേറെ സ്ഥലങ്ങളിലെ വിഭവങ്ങളുമായിട്ട് ഒരുപാട് പരിചയമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലയാളിയുടെ നാവിൻ തുമ്പിലും നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ രുചി കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് പറയാം. കാര്യം റെസ്റ്റോറൻറ്റിൽ ചെന്നിരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളല്ല കൂടുതലായിട്ട് വാങ്ങുന്നത്. വെജിറ്റേറിയൻ ഐറ്റംസ് ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഭക്ഷണം, അല്ലെങ്കിൽ ചൈനീസിലും വളരെ കുറച്ച് എന്താ പറയുക, ഒരു വെജിറ്റേറിയൻ സ്റ്റൈൽ കുറച്ചൊക്കെ ഓർഡർ ചെയ്യാറുണ്ട്. എന്നാലും കൂടുതൽ നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ ഐറ്റംസിനാണ് കൂടുതൽ സാധ്യത. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പനീർ കൊണ്ടുള്ള വിഭവങ്ങൾ, പനീർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പനീർ ഏത് രീതിയിൽ തയ്യാറാക്കി കഴിച്ചാലും വെജിറ്റേറിയൻസിന് അത് പ്രിയപ്പെട്ട വിഭവം തന്നെയാണ്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ പനീർ കൊണ്ടുള്ള വിഭവമാണ് തയ്യാറാക്കുന്നത്. അതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പനീർ തവ മസാല. തവ മസാല എന്ന് പറഞ്ഞാൽ തവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശക്കല്ല്. അപ്പോൾ ദോശ ഇപ്പോൾ സാധാരണ നമ്മൾ വിഭവങ്ങളൊക്കെ തിറക്കുന്ന ചീനച്ചട്ടി, എന്താ പറയുക, നോൺ സ്റ്റിക്ക് പാൻ, ഇങ്ങനെ കടായി ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ. പിന്നെ ഹോട്ടൽസിലൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ വലിയ പാത്രങ്ങളുണ്ട് ഈ ചീനച്ചട്ടിയുടെ ആകൃതിയിൽ. പക്ഷേ ഈ പരന്ന ദോശക്കല്ല്, കുറച്ച് കുഴിയുള്ള ദോശക്കല്ല്, അതിൽ ഉണ്ടാക്കുന്ന വിഭവങ്ങളുണ്ട്. അതിനാണ് തവ മസാല ഐറ്റംസ് ആയിട്ടാണ് അതിനെ പറയുന്നത്. അപ്പോൾ പനീറും ഇങ്ങനെ ദോശക്കല്ലിൽ ചെയ്താൽ എങ്ങനെയുണ്ടാവും, അത് വേറൊരു സ്വാദാണ്. അപ്പോൾ പനീർ തവ മസാല, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും എളുപ്പമാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പനീർ ചെറിയ ചതുര കഷ്ണങ്ങളായി മുറിച്ചത് 300 ഗ്രാം. മറ്റ് ചേരുവകൾ: നെയ്യ് 3 ടേബിൾ സ്പൂൺ, ഓമം 1/2 ടീസ്പൂൺ, സവാള 1 കപ്പ് ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, മുളക് പൊടി 3 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല പൊടി 1 ടീസ്പൂൺ, ടൊമാറ്റോ 2 വലുത് അരച്ചെടുത്തത്, ഫ്രഷ് ക്രീം 2 ടേബിൾ സ്പൂൺ, വെണ്ണ 1 ടേബിൾ സ്പൂൺ, കസൂരി മേത്തി പൊടിച്ചത് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി പനീർ തവ മസാല തയ്യാറാക്കാം. അപ്പോൾ പനീർ തവ മസാല എന്ന് പറയുമ്പോൾ തവ അത്യാവശ്യമാണ്. തവ എന്ന് പറഞ്ഞാൽ ദോശക്കല്ല്. അപ്പോൾ സാധാരണ നമ്മൾ ദോശ പരത്തുന്ന കല്ലെന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും, അതായത് ഒരേ നിരപ്പിലായിരിക്കും. പക്ഷേ ഈ തരത്തിലുള്ള തവയും വാങ്ങാൻ കിട്ടും. അകത്ത് ഒരല്പം കുഴിഞ്ഞിട്ട് ആ ഒരു ഷേപ്പിൽ നല്ല കട്ടിയുള്ള, നല്ല എന്താ പറയുക, നല്ല ഹെവി മെറ്റലാണ് ഇത്. പക്ഷേ ചില ഭാഗങ്ങളിൽ മാത്രം വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട് ഭാഗത്തേക്കൊക്കെ ആരെങ്കിലും പോവുകയാണെങ്കിൽ പറഞ്ഞയച്ചാൽ ഇത്തരം ദോശക്കല്ല് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റും. പനീർ 300 ഗ്രാം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ചെറിയ ക്യൂബ്സായിട്ട് ഇങ്ങനെ മുറിക്കുക. പനീർ എന്ന് പറഞ്ഞാൽ പാൽക്കട്ടി. നമുക്കിത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ വീട്ടിൽ പാല് പിരിച്ചിട്ട് തയ്യാറാക്കും. ഇനി നമുക്ക് നമ്മുടെ തവ അടുപ്പിലേക്ക് വയ്ക്കുക, എന്നിട്ട് അത് ചൂടാക്കാം. അപ്പോൾ തവ ചൂടാകുന്ന കുറച്ച് സമയം എടുക്കും ചൂടാകാൻ. പക്ഷേ ചൂടായി കഴിഞ്ഞാൽ ഇത് നല്ല ചൂടായിരിക്കും, കാര്യം അത് മെറ്റലാണ്, ഇരുമ്പിൻ്റെയാണ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാകട്ടെ. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. കുറച്ച് അരിയൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഞ്ചി അരിയണം, വെളുത്തുള്ളി അരിയണം, പച്ചമുളക് അരിയണം. ഇതെല്ലാം ചെറിയ ചെറിയ പീസസായിട്ട് അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ അരിയുന്ന അളവ് എളുപ്പമാണ് ഓർമ്മിക്കാൻ. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം 1.5 ടേബിൾ സ്പൂൺ, അതാണ് അതിൻ്റെ അളവ്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, പിന്നെന്താ പച്ചമുളക് 2-3 എരിവിനനുസരിച്ച്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അളവിനാണെങ്കിൽ കുറച്ച് സ്പൈസിയാണ്, ഇച്ചിരി എരിവൊക്കെ ഉള്ളൊരു പനീർ തവ മസാല ആയിരിക്കും. പിന്നെ നമ്മൾ എണ്ണയിലല്ല ഇത് ചെയ്യുന്നത്. ഇത് ശരിക്കും അതിൻ്റെ ആ റിയൽ ടേസ്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിച്ചാൽ കിട്ടുന്ന ആ സ്വാദ് കിട്ടണം എന്നുണ്ടെങ്കിൽ നെയ്യിൽ തന്നെ നമ്മളിത് താളിക്കുകയും വഴറ്റും ഒക്കെ വേണം. പിന്നെ താളിക്കാനും ചില പ്രത്യേകതയുണ്ട്. ഇതിൽ ഓമം ചേർക്കുന്നുണ്ട്. ഓമം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അജ്വൈൻ എന്ന് പറയും. അജ്വൈൻ അത് നമ്മുടെ നാട്ടിൽ മുറുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഓമം ചേർക്കും. ഒരു കരുകരുപ്പ് കിട്ടാനും ഒരു പ്രത്യേക സ്വാദാണ് ഓമത്തിന്. ഇതിൽ നമ്മളൊരല്പം ഓമവും കൂടി ചേർക്കും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് തവയിലേക്ക് ഇടുക. നെയ്യൊന്ന് ഉരുകട്ടെ. അപ്പം നെയ്യ് നല്ല ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ഓമം, അജ്വൈൻ, അതാണ് ഓമം. അത് ജീരകമൊക്കെ പൊട്ടുന്ന മാതിരി ഇങ്ങനെ 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 ആയി വരും. നല്ല ഒരു മണം വരും, ഒരു വ്യത്യസ്തമായ മണം. ഇനി 2-3 കാര്യങ്ങൾ. ഒന്ന് നമുക്ക് വെളുത്തുള്ളി ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി. അതുപോലെ തന്നെ ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്. ഇനി പച്ചമുളക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. എല്ലാ കാര്യങ്ങളുമായി
ഇനി ഇത് നല്ല ഇരുമ്പിൻ്റെ കട്ടിയുള്ള ദോശക്കല്ലാണ്, തവയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു ചട്ടുകമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊന്ന് വാടി ചെറുതായിട്ടൊരു കളർ മാറി തുടങ്ങുമ്പോൾ നമ്മൾ സവാളയും കൂടി ചേർക്കും. ഇനി സവാള ഇതിനകത്ത് കിടന്നിട്ട് ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ടൊന്ന് പാകത്തിൽ മൂത്ത് കിട്ടും. ഇനി നമുക്ക് അപ്പോൾ ചെറുതായിട്ട് വാടിക്കഴിഞ്ഞു, നിറം മാറാൻ തുടങ്ങുന്നു. ഇനി സവാള, 1 കപ്പ് സവാള ഇടുക. സവാള ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, ഒരു 2 ചെറിയ സവാള അല്ലെങ്കിൽ ഒരു വലിയ സവാള. ഇനി സവാളയും വാടി നിറമൊക്കെ മാറി തുടങ്ങണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർക്കാൻ പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഈ എരിവൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രമീകരിക്കുക. ഇനി ഗ്രേവിക്ക് കുറച്ചൊരു കൊഴുപ്പുണ്ടാകണം. അതിനൊരു കാര്യം ചേർക്കേണ്ടത് ടൊമാറ്റോ പ്യൂറി. ടൊമാറ്റോയുടെ പ്യൂറി, അതായത് ടൊമാറ്റോ അരച്ചെടുത്ത ആ പേസ്റ്റ്, അതിൻ്റെ വെള്ളം എല്ലാം വറ്റി മൂത്ത് ആ ഇതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ഒരല്പം വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം, ഒരല്പം. ഇനി ഒന്ന് കുഴഞ്ഞ് വരാനാണ് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇത് പോരാ, കുറച്ചുകൂടി വേണം, പക്ഷെ നമുക്ക് രണ്ടാമത് ചേർക്കാം. ഇനി ഇതിലൊരു കാര്യം കൂടിയുണ്ട്, കസൂരി മേത്തി പൊടി, അതായത് ഉലുവാച്ചീരയുടെ ഇല. നമുക്കൊരു ആദ്യം ഒരു 1/2 ടീസ്പൂണോളം ചേർക്കാം. അതും കൂടി വരുമ്പോഴേ ശരിക്കും നോർത്ത് ഇന്ത്യൻ മണം വരുള്ളൂ. ഇപ്പോൾ കറക്റ്റ് സ്മെല്ല് തന്നെ അങ്ങ് മാറി, വേറൊരു വ്യത്യസ്തമായ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വന്നു കഴിഞ്ഞു. കസൂരി മേത്തിയാണ് നമ്മൾ സാധാരണ ബട്ടർ ചിക്കൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പനീർ കുറേശ്ശെ ഇടാം. എന്നിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. തീ ഒരല്പം കുറയ്ക്കാം. ഇപ്പോൾ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പനീർ ചേർത്ത് കൊടുക്കുകയാണ്. ഗ്രേവി പൊതിഞ്ഞിരിക്കുന്നൊരു പാകമാണ് വേണ്ടത്. ഇതിൻ്റെ കൂടെ കിടന്ന് ഇങ്ങനെ ഇളക്കി വരുമ്പോൾ പനീർ ഒന്ന് ചുരുങ്ങും, കുറച്ച് പൊടിഞ്ഞു പോകാണ്ട് നമ്മളിങ്ങനെ യോജിപ്പിക്കണം. അപ്പോൾ പനീറിൻ്റെ പീസസ് എല്ലാം തന്നെ ഞാൻ ഘട്ടമായിട്ട് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം നമുക്ക് തോന്നും ഈ ഗ്രേവി മതിയാകുമോ, ഈ പനീർ മുഴുവൻ ഇതിനകത്തേക്ക് കയറ്റാൻ പറ്റുമോ എന്നൊക്കെ തോന്നും. ആദ്യം കുറച്ച് ഇടുക, ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇടുക. ആദ്യം ഇട്ടിട്ടിങ്ങനെ ആ മസാലയുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. അന്നേരം ആ പനീർ ഒന്ന് വെന്തൊന്ന് ചുരുങ്ങും. വീണ്ടും അടുത്ത സെറ്റ് ചേർത്ത് അങ്ങനെ ചേർത്ത് അവസാനം എല്ലാം ഇതിലേക്ക് ചേർന്ന് കണ്ടല്ലോ. അപ്പോൾ ഗ്രേവി വേണമെങ്കിൽ ഒരു അല്പം വെള്ളം ഇടയ്ക്ക് ഉപയോഗിച്ച് ഒരു 1/4 കപ്പോളം വെള്ളം ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ക്രീം, ഫ്രഷ് ക്രീം, പാലിൻ്റെ ക്രീമാണ്. അതായത് പാല് കാച്ചിയിട്ടോ അല്ലെങ്കിൽ കാച്ചാണ്ട് പച്ചപ്പാല് ഫ്രിഡ്ജിൻ്റെ താഴത്ത് തട്ടി വയ്ക്കുക. മുകളിൽ ഒരു ലെയർ ഇങ്ങനെ കട്ടിയായിട്ട് വരും, അതാണ് ഫ്രഷ് ക്രീം. അതല്ലെങ്കിൽ പാക്കറ്റിൽ വാങ്ങാനും കിട്ടും. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം. ഇനി ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റാം. അപ്പോൾ ഇപ്പം തന്നെ എണ്ണയെല്ലാം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, ആ നെയ്യ് അതിൻ്റെ കൂടെ ആ ക്രീമിൻ്റെ ഒരു എന്താ പറയുക, നല്ല റിച്ച് ഗ്രേവി ആയിട്ട് മാറുക. ഇനി കുറച്ച് മല്ലിയില, പിന്നെ നമ്മളുടെ കസൂരി മേത്തി ഒരല്പം കൂടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. ഇനി വീണ്ടും ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഗരം മസാലപ്പൊടി ലാസ്റ്റ് 1/2 ടീസ്പൂൺ. ഈ അവസാനം ചേർക്കുന്നത് ആ മണം നിൽക്കാനാണ്. ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കണ്ടില്ലേ, ഗ്രേവി ഇങ്ങനെ കുഴഞ്ഞ് പനീറിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പാകം. ഇനി തീ ഓഫ് ചെയ്യാം. നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളകി വരുന്നു. നോക്കൂ, കണ്ടില്ലേ, നെയ്യെല്ലാം ഇങ്ങനെ പൊതിഞ്ഞ്. ഇതാണ് നമ്മുടെ തവ മസാല, പനീർ തവ മസാല. കണ്ടല്ലോ, ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് 300 ഗ്രാം പനീർ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ തവ മസാല ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഓഫ് ചെയ്താൽ ഉടനെ തന്നെ നമ്മൾ കുറച്ച് വെണ്ണ, ഒരു ടീസ്പൂണോ എത്രയെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരല്പം വെണ്ണയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചൂടിൽ കിടന്ന വെണ്ണ ഇങ്ങനെ ഉരുകി ഇതിൻ്റെ കൂടെ ഇങ്ങനെ
യോജിച്ച് കിട്ടും. എന്നിട്ട് നമ്മളിത് പാത്രത്തിലേക്ക് മാറ്റണം. കണ്ടല്ലോ വെണ്ണ ഉരുകി തുടങ്ങുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വളരെ റിച്ചായിട്ടുള്ളൊരു വിഭവമാണ്. കണ്ടില്ലേ നമ്മുടെ വെണ്ണയൊക്കെ ഉരുകി തുടങ്ങി. അതും കൂടി ഇതിൻ്റെ കൂടെ യോജിപ്പിക്കാം. നല്ലൊരു മണം. ഇനി എന്തായാലും ഇത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പനീർ തവ മസാല ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ഒരു അല്പം അലങ്കാരമാവാം അല്ലേ. അതായത് കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഏറ്റവും മിനിമം അലങ്കാരം മതി. ഒരു കോൺട്രാസ്റ്റ്, പച്ച നിറം എന്ന് പറയുമ്പോൾ ആ ഓറഞ്ച് റെഡ് കളറിന് നല്ല കോൺട്രാസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഫ്രഷ് ക്രീം. ധാരാളം മതി അലങ്കാരം. ഇത്രയും പോരെ. അപ്പോൾ ഇതാണ് നമ്മളുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ പനീർ തവ മസാല. ഇനി പനീറിന് പകരമാണെങ്കിൽ മിക്സ്ഡ് വെജിറ്റബിൾ വെച്ചിട്ട് തവ മസാല ചെയ്യാം. പച്ചക്കറികളെല്ലാം ഒന്ന് വേവിച്ചിട്ട്, ഏത് ഇഷ്ടമുള്ള പച്ചക്കറി അത്. ഇനി അതല്ല കത്തിരിക്ക ഇഷ്ടമാണെങ്കിൽ കത്തിരിക്കയിൽ ഇത് ചെയ്യാം. അപ്പോൾ വെജിറ്റേറിയൻസിന് എന്തെല്ലാം തരം ഓപ്ഷൻസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഏറ്റവും ചെയ്യാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിലുള്ള കാര്യമാണ് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് വെച്ചും നമുക്ക് തവ മസാല തയ്യാറാക്കാൻ സാധിക്കും. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, ബട്ടർ നാൻ അല്ലെങ്കിൽ പ്ലെയിൻ നാൻ, റോട്ടി, ഇങ്ങനെയുള്ള കാര്യമായിരിക്കും ഏറ്റവും നല്ല. പിന്നെ പ്ലെയിൻ റൈസ്, ഗീ റൈസ്, പുലാവ്, എന്ത് വേണമെങ്കിലും ഏത് തരം റൈസിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ചോയ്സ് നിങ്ങളുടെയാണ് ഏതിൻ്റെ കൂടെ കഴിക്കണം എന്നുള്ളത്. എന്തായാലും തയ്യാറാക്കുക. വീട്ടിൽ തന്നെ വളരെ രസകരമായിട്ട് നല്ല സ്വാദോടുകൂടി നമുക്ക് പനീർ തവ മസാല തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടം.